ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഗാർഡനർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനപ്പോൾ ഇന്ന് എന്ത് വീഡിയോ ചെയ്യുമെന്ന് ഓർത്തിരിക്കുമ്പോഴാണ് കൊക്കഡാമ ഉണ്ടാക്കിയാലോ എന്നൊരു ഐഡിയ മനസ്സിലോട്ട് വന്നത്. അപ്പോൾ എല്ലാവരും കൊക്കഡാമ ചെയ്യുന്ന വീഡിയോകൾ കുറേ കണ്ടു കാണും, പക്ഷേ ഇത് ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്ന് ഓർത്താണ്. ഒരു ക്യൂബ് ഷേപ്പിലുള്ള കൊക്കഡാമ ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ആദ്യമായിട്ട് തന്നെ ഒരു സ്കെലിറ്റൺ, അതിനായിട്ടൊരു ബോഡി, അതിൻ്റെ ഷേപ്പ് വരുന്ന ഒരു ബോഡി ഉണ്ടാക്കിയെടുക്കണം. അതിന് ഞാൻ ഈ മെഷാണ് ഉപയോഗിക്കുന്നത്. സാധാ കടയിൽ ഒരു കിളിക്കൂടിലൊക്കെ ഉപയോഗിക്കുന്ന സാധാ ടൈപ്പ് നെറ്റ് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിന് ഒരു ഷേപ്പ് ബെൻഡ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഒരു ക്യൂബ് ഷേപ്പ് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഇത് ഉപയോഗിച്ച് ബെൻഡ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റാൻഡേർഡ് സൈസ് ഒരു ചെറിയൊരു മോഡലാണ് ഉണ്ടാക്കുന്നത്. നമുക്കിത് നെറ്റ് എന്നിട്ട് ഇതിലോട്ട് ഉള്ളിലോട്ടിട്ട് നമുക്കത് മടക്കി ലോക്ക് ചെയ്തെടുക്കാം. നെറ്റ് കൊണ്ട് തന്നെ അത് ലോക്ക് ചെയ്തെടുക്കാം. നമുക്ക് വേറെ ടൈ ചെയ്യുകയൊന്നും വേണ്ട, ഇങ്ങനെ മടക്കി വെച്ചാൽ മതി. നമുക്കിത് 5 സൈഡും ഇതിങ്ങനെ കവർ ചെയ്ത് വയ്ക്കണം. അതായത് ഒരു ചട്ടി പോലെ അടിയിലും 4 സൈഡും. നമുക്കിനി ഇതിൻ്റെ അടിയിലോട്ടൊരു കഷ്ണം കൂടി നെറ്റ് വേണം. നമുക്കതിൻ്റെ കോർണറൊക്കെ കറക്റ്റ് കോർണറൊക്കെ നല്ലപോലെ കറക്റ്റാക്കി വെക്കാം. ഇനി അടിയിലോട്ടുള്ള പീസ് ഞാൻ വെക്കുകയാണ്. അത് നമുക്ക് ആ തള്ളി നിൽക്കുന്ന കമ്പി വെച്ച് തന്നെ വളച്ചതിലോട്ട് ലോക്ക് ചെയ്ത് വെക്കാം. എല്ലാവരും ഈ റൗണ്ടിലുള്ള കൊക്കഡാമകളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അത് നമ്മൾ ഈ നെറ്റ് ഇങ്ങനെയുള്ളതൊന്നും ഉപയോഗിക്കുന്നില്ല. നമുക്ക് ഈസി ആയിട്ട് തന്നെ കൈ കൊണ്ട് മണ്ണ് ഉരുട്ടി എടുത്ത് തന്നെ ഉണ്ടാക്കാം. പക്ഷെ ഇത് ഈ സ്ക്വയറിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ വെള്ളം ഒഴിക്കാൻ നേരം അതിൻ്റെ ഈ സ്ക്വയറിൻ്റെ ആ മൂലവശങ്ങളെല്ലാം ചിലപ്പോൾ അടന്നടന്ന് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ നെറ്റ് കൊണ്ടൊരു സ്കെൽറ്റനായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കോർണറൊക്കെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സ്കെൽറ്റൻ ബോഡി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് മണ്ണിടേണ്ടതുണ്ട്. അത് കാരണം നമുക്ക് മണ്ണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് പോകാണ്ടിരിക്കാൻ നമ്മുടെ ഗ്രീൻ ഹൗസിൻ്റെയൊക്കെ നെറ്റ് ഉണ്ടല്ലോ, അത് വെച്ച് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മണ്ണ് അതിൻ്റെ ഉള്ളിലിട്ട് കഴിഞ്ഞാൽ പുറത്തോട്ട് വെള്ളം ഒഴിക്കുമ്പോൾ ഒലിച്ചു പോകില്ല. നമുക്ക് നെറ്റ് കൊണ്ട് കവർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു കറുത്ത നൂല് വെച്ച് ചെയ്യണതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ പെട്ടെന്ന് അറിയില്ല ചുറ്റുന്നത്. നമ്മളിപ്പോൾ മോസ് വെക്കുമ്പോഴായാലും കറുത്ത നൂല് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയില്ല. പച്ച പിന്നെ പുറത്തോട്ട് നമുക്ക് ശ്രദ്ധിക്കും, നമ്മളത് കാണാൻ പറ്റും, പെട്ടെന്ന് പുറത്തോട്ട് കാണാൻ പറ്റും. കറുപ്പാകുമ്പോൾ നമ്മൾ അറിയില്ല, അതിൻ്റെ ഉള്ളിലോട്ട് ഇരുന്നോളും. ഇനി നമുക്കിൻ്റെ അടിയിലും കൂടെ അതേപോലത്തെ ഒരു നെറ്റും കൂടെ വെച്ച് ഫില്ല് ചെയ്യാം. ഒരു സൈഡ് നമ്മൾ ഒഴിച്ചിരുന്നതെന്ന് വെച്ചാൽ അതിൽ ചെടി നടാനുള്ള ഭാഗമാണ്. അപ്പോൾ എല്ലാ സൈഡിലും ഈ ഷീറ്റ് വെച്ച് ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുള്ള പോട്ടിംഗ് മിക്സ്, അതായത് നിറക്കാനുള്ള മണ്ണെന്ന് പറയുമ്പോൾ ഞാൻ ചകിരി, നമ്മുടെ സാധാ ചകിരി ചോറല്ല, ചകിരി നാരൊക്കെ ഉൾപ്പെടെയുള്ള ചകിരിയും മണ്ണും പിന്നെ കുറച്ച് കമ്പോസ്റ്റ് വളവും കൂടെ കൂട്ടിച്ചേർത്ത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചേക്കുകയാണ്. അത് നമുക്കിനി ഇതിൻ്റെ ഉള്ളിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഫില്ല് ചെയ്യുമ്പോൾ ഫുള്ള് നിറച്ച് തന്നെ ഫില്ല് ചെയ്യുക. ഇടയ്ക്കൊന്നും ഗ്യാപ്പ് വരരുത്. ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇതിൻ്റെ ഷേപ്പ്, അതായത് മുകളിൽ നിന്ന് മണ്ണ് താഴത്തോട്ട് ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മൾ എയർ ഗ്യാപ്പൊന്നും വെക്കാതെ ഫുള്ള് നല്ലപോലെ അമർത്തി വെച്ച് ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ മണ്ണിരിക്കുമ്പോൾ മുകളിൽ നിന്നൊരു കുഴി പോലെയാവും. അപ്പോൾ നമ്മൾ അത് സൂക്ഷിച്ച് നല്ലപോലെ ഫില്ല് ചെയ്ത് വെക്കുക. ഞങ്ങൾക്കത് ഫുള്ളും മുകളിലും മൊത്തം കവർ ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് ചെടി നടണം. ഇഷ്ടമുള്ള നിങ്ങളുടെ കയ്യിലുള്ള അവൈലബിലിറ്റി അനുസരിച്ച് ഇഷ്ടമുള്ള ചെടി നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെക്കാം. ഞാനിവിടെ സ്നോ ബുഷാണ് എടുത്തിരിക്കുന്നത്. സ്നോ ബുഷിൻ്റെ ഒരു ചെറിയ കഷ്ണം അതിൻ്റെ ഉള്ളിൽ നട്ട് കൊടുക്കുക. നട്ടതിന് ശേഷം നല്ലപോലെ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത ഗ്യാപ്പെല്ലാം ഒഴിവാക്കിയപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് മണ്ണ് ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അത് അതിൻ്റെ ഉള്ളിൽ ഫുള്ള് നിറച്ച് കൊടുക്കുക. എന്നാലേ മോസ് വെച്ച് കഴിയുമ്പോൾ കറക്റ്റ് പെട്ടി പോലെ ഇരിക്കുകയുള്ളൂ. ഇപ്പോൾ ഫുള്ള് ഫില്ല് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മോസ് വെച്ച് കൊടുക്കണം.
അപ്പോൾ മോസ് നമുക്കിപ്പോൾ എല്ലായിടത്തും അവൈലബിലിറ്റി കൂടുതലാണ്, മഴയൊക്കെ ആയത് കാരണം. അപ്പോൾ ഇത് എടുക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ ആരും ഈ മാന്തി ഒന്നും എടുക്കരുത്. അതായത് ഒറ്റ ഷീറ്റ് പോലെ നമുക്ക് ഇതേപോലെ ഷീറ്റ് പോലെ എടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. അതാകുമ്പോൾ നമുക്കതിൽ ഈസി ആയിട്ട് വെച്ച് നൂല് വെച്ച് ചുറ്റിയെടുക്കാം. കൊക്കഡാമയിൽ ഈസി ആയിട്ട് വെക്കാൻ പറ്റും. ഇതേപോലെ ഷീറ്റായിട്ട് നമുക്ക് എടുക്കുക. കത്തി കൊണ്ട് എടുക്കുന്നതിലും നല്ലത് ഇതേപോലത്തെ എന്തെങ്കിലും വെച്ചെടുക്കുന്നതായിരിക്കും. കത്തി കൊണ്ട് എടുത്താലും നമുക്ക് ഇതേപോലെ ഷീറ്റായിട്ട് കിട്ടില്ല. അപ്പോൾ നല്ലപോലെ തിക്കായി നിൽക്കുന്ന മോസാണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കിട്ടും. നമുക്കിതിൻ്റെ മുകളിൽ വെച്ച് കറുത്ത നൂല് കൊണ്ട് നമുക്ക് ചുറ്റിക്കൊടുക്കാം. നൂല് ചുറ്റുമ്പോൾ അധികം ചുറ്റണമെന്നൊന്നുമില്ല, കുറച്ച് ചുറ്റിയാൽ മതി. ഇനിയിപ്പോൾ അധികം ചുറ്റിക്കഴിഞ്ഞാൽ നൂല് പുറത്തോട്ട് കാണും. കണ്ടാലും പ്രശ്നമില്ല, ഒരു മാസത്തോടു കൂടി അത് നൂലിൻ്റെ ഇപ്പുറത്തോട്ട് അത് മോസ് വളർന്ന് നൂല് പിന്നെ കാണാൻ പറ്റാത്ത രീതിക്ക് ആയിക്കോളും. അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും നൂലധികം ചുറ്റണമെന്നില്ല, കുറച്ച് ചുറ്റിയാലും മതി. ഇപ്പോൾ ആ ഷീറ്റ് വെച്ചിട്ട് നമ്മൾ മോസ് അതിൻ്റെ മുകളിൽ വെക്കുമ്പോൾ എല്ലാവർക്കും ഡൗട്ട് ആവും, മോസ് ഇനി മണ്ണില്ലാണ്ട് പിടിക്കുമോ അങ്ങനെയുള്ള ഡൗട്ട് ഉണ്ടാവും. പക്ഷേ അത് കുഴപ്പമൊന്നുമില്ല. മോസിന് മണ്ണ് വേണം അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. ഇത് വേര് ഇതിനില്ലാത്ത ടൈപ്പ് ഒരു പ്ലാന്റാണ് മോസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മണ്ണങ്ങനെ ആവശ്യമില്ല, എവിടെയായാലും അത് പിടിച്ചോളും. നല്ലപോലെ നനവുണ്ടായാൽ മതി. അപ്പോൾ ഞാനിത് ഫുള്ള് ഇത് മൊത്തം ഞാനത് ചുറ്റിയെടുത്തിരിക്കുകയാണ്. മുകളിലും വെച്ച് ഫുള്ള് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതോടുകൂടി നമ്മുടെ പ്രൊസീജിയറെല്ലാം തീർന്നു. ഇനിയിപ്പോൾ ഇത് തൂക്കിയിടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂക്കിയിടണമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് 4 മൂലയിലും ഒരു ചെറിയ വള്ളി കെട്ടി തൂക്കിയിടാം. അല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് അലങ്കരിക്കുന്നവർക്ക് അങ്ങനെ വെച്ച് അലങ്കരിക്കാം.